കോൺഗ്രസ്സിനകത്ത് വി ഡി സതീശനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങളുടെ മുഴുവൻ ഒരു വില്ലൻ എന്നുള്ള രീതിയിലേക്ക് സതീശനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് കാണാൻ കഴിയും. കോൺഗ്രസിൻ്റെ നേതൃത്വം എടുത്ത നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് വി ഡി സതീശൻ ശക്തമായി സ്വീകരിച്ചത്. കോൺഗ്രസ് ഏറ്റവും ദുർബലമായൊരു നേതൃത്വമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും ദയനീയമായൊരു പതനം എന്നുള്ളതാണ് ആ നിലപാട് തിരുത്തി സുധാകരൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി UDF അധികാരത്തിലേക്ക് വന്നാൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത വിരളമായിക്കൊണ്ടിരിക്കുകയാണ്, അത് മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധികാരത്തിലേക്ക് വന്നാൽ വലിയ തോതിലുള്ളൊരു സമ്മർദ്ദം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കെ സുധാകരൻ ചെലുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വി ഡി സതീശനെ ഒതുക്കിക്കൊണ്ട് ഒരു വില്ലൻ്റെ ഒരു ഛായ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എമർജ് ചെയ്യുന്നൊരു രീതിയിലേക്ക് സുധാകരൻ വരികയാണ്. വി ഡി സതീശൻ സൂക്ഷിച്ചിരിക്കുക. വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുപ്പിക്കാതിരിക്കാനും കോൺഗ്രസിനകത്തു നിന്ന് ആളാവാതിരിക്കാനും അങ്ങനെ ഇപ്പം അങ്ങ് കളിക്കേണ്ട എന്നുള്ള രീതിയിൽ പോകുന്നതിന് വേണ്ടി എല്ലാവരും കൂടെ അപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുന്നു. നമസ്കാരം. സുധാകരൻ അവസാനം കണ്ണൂരിൽ മത്സരിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് AICC നേതൃത്വം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് എൽദോസ് കുന്നപ്പള്ളിയുടെ വിഷയത്തിലാണെങ്കിലും സുധാകരൻ്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ വി ഡി സതീശൻ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. വി ഡി സതീശനാണ് ഇവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചത്, ഇവരെയൊക്കെ ഒന്ന് ഒറ്റപ്പെടുത്തണം എന്നുള്ള നിലപാട് സതീശനുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഷാഫി, ഈ നമ്മുടെ വി ഡി സതീശൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ അദ്ദേഹത്തെ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസും ഒബ്സർവ് ചെയ്യുമ്പോൾ കോൺഗ്രസ്സിനകത്ത് വി ഡി സതീശനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങളുടെ മുഴുവൻ ഒരു വില്ലൻ എന്നുള്ള രീതിയിലേക്ക് സതീശനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും റിയാക്ഷനിലും സംസാരത്തിലുമൊക്കെ ഒരു അപ്രീതി അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥ, സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ല എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ചില ബോഡി ലാംഗ്വേജും ചില റിയാക്ഷൻസും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എടുത്തൊരു നിലപാടാണ് MP-മാർ ഇത്തവണ മത്സരത്തിൽ ഉണ്ടാകേണ്ടതില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. കോൺഗ്രസ്സിന് പാർലമെൻറ്റിനകത്ത് എണ്ണം കുറവാണ്. അപ്പോൾ ആ എണ്ണം വീണ്ടും ഒരാൾ മത്സരിക്കുകയും MP സ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നു. അത് വീണ്ടും ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള കുറഞ്ഞ പരിമിതമായ എണ്ണമാണ് കോൺഗ്രസ്സിനുള്ളത്. അതിൽ നിന്നും വീണ്ടും കുറയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണമെന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് BJP പോലെ വൻ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നിര പ്രായണ ശുഷ്കമാണ് എന്നുള്ളൊരവസ്ഥ നമുക്കിന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് AICC നേതൃത്വം MP-മാർ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു പൊതു നിലപാടിലേക്ക് പോയത്. ആ പൊതു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ആ AICC നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം എടുത്ത നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് വി ഡി സതീശൻ ശക്തമായി സ്വീകരിച്ചത്. അത് പല കാര്യങ്ങളിലും ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്ക് വ്യക്തമായിട്ടറിയാം. ശക്തമായ നിലപാട് അദ്ദേഹം പല കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലപാട് ഇപ്പോൾ കോൺഗ്രസ് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം പേര് രമേശ് ചെന്നിത്തല ആയാലും അതുപോലെ തന്നെ KC വേണുഗോപാലായാലും മറ്റെല്ലാവരും തന്നെ വേണമെങ്കിൽ സുധാകരൻ ഇത്ര സമ്മർദ്ദത്തിലേക്ക് വരികയാണെങ്കിൽ പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടി, സാഹചര്യങ്ങൾ കുറച്ചും കൂടി അനുകൂലമാക്കാൻ വേണ്ടി, ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ മത്സരിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് പോകുമ്പോൾ AICC നിലപാടിനോടും AICCയുടെ നയത്തോടും ചേർന്ന് നിൽക്കുന്ന സമീപനം വി ഡി സതീശൻ സ്വീകരിക്കുകയാണ്. അപ്പോൾ വി ഡി സതീശനാണ് എന്നെ മത്സരിപ്പിക്കാതിരിക്കുന്നത്, ഇതിനെല്ലാം വെട്ടുന്നത് എന്നുള്ള തരത്തിൽ ഒരു വില്ലൻ രൂപത്തിലേക്ക് അവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയാണ് സ്ഥിതി ഉണ്ടാകുന്നത്. ഇത് തന്നെ നമുക്ക് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും കാണാം. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ട്, അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ആ കേസിൻ്റെ ഭാഗമായി ഏതെങ്കിലും രീതിയിലുള്ള കോടതിയിൽ നിന്ന് ചില നിരീക്ഷണങ്ങളിലോ
അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമൻറ്റുകളോ എന്തെങ്കിലും ഉണ്ടാവുകയോ എന്തെങ്കിലും രീതിയിൽ പ്രതികൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അത് മൊത്തത്തിൽ കേരളത്തിലെ UDFൻ്റെ സാധ്യതകളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഈ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകേണ്ടതിലുള്ള എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ ആ നിലപാടിനോട് കർശനമായ നിലപാടിലേക്ക് VD സതീശൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ ശത്രുവായിട്ട് VD സതീശൻ മാറുന്നൊരു സ്ഥിതിയിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വിമതനായിട്ട് മത്സരിക്കും, ചിലപ്പോൾ പറവൂരിൽ മത്സരിച്ചേക്കും എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ നിലവിൽ സുധാകരൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കെ സുധാകരൻ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, കണ്ണൂരിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. ആ ഒരു വികാരം സുധാകരൻ്റെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ടാണ് സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ മത്സരിച്ച് വിജയിക്കാനുള്ള കെൽപ്പും സുധാകരന് കണ്ണൂരിലുണ്ട്. കാരണം കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സുധാകരനാണ്. അപ്പോൾ AICC ആദ്യം സുധാകരനെ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ്സിൽ ഒരു പടലപ്പിണക്കങ്ങൾക്ക് കാരണങ്ങൾ ആയിട്ടുണ്ടോ ആ ഒരു സംഭവം? അതാണ്, കോൺഗ്രസ് ആ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ്. വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ കെ സുധാകരന് സീറ്റ് കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസ് ഏറ്റവും ദുർബലമായൊരു നേതൃത്വമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും ദയനീയമായൊരു പതനം എന്നുള്ളതാണ്. ആ നിലപാട് തിരുത്തി സുധാകരൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ പല റിപ്പോർട്ടുകളും കേട്ട് സുധാകരൻ BJPയുമായി NDAയുടെ അടുത്ത ആളുകളുമൊക്കെ ആയിട്ട് സുധാകരൻ്റെ അടുത്ത വൃത്തങ്ങൾ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു, ആലോചന നടത്തിയിരിക്കുന്നു എന്നുള്ള അടക്കമുള്ള വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. അത് സത്യമാണോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും ശക്തമായി NDA ക്യാമ്പുമായി BJP ക്യാമ്പുമായിട്ട് ചില ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ നിന്ന് ശക്തമായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എന്നെ നിർത്തിയേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് പോവുകയും അപ്പുറത്തെ ക്യാമ്പുമായിട്ട് നെഗോഷിയേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയിൽ കോൺഗ്രസ് എന്തിനാണ് അതിന് വഴങ്ങുന്നത് എന്നുള്ളതല്ലേ വലിയൊരു പ്രശ്നം. ഇനി ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ സുധാകരന് സീറ്റ് കൊടുക്കാതെ കോൺഗ്രസ് ഏത് തരത്തിലും ആ തീരുമാനത്തിലേക്കാണ് പോകേണ്ടത്. കാരണം സുധാകരൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സുധാകരൻ ലക്ഷ്യം വയ്ക്കുന്നത്, സുധാകരൻ KPCC പ്രസിഡൻ്റായിരുന്നു, MP ആയിരുന്നു, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഈ പൊസിഷനൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നുമല്ല. അത് അദ്ദേഹം കാക്ഷിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം കാക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് കൂടുതൽ വലിയൊരു പോസ്റ്റാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയായിരിക്കും, മുഖ്യമന്ത്രി കസേര തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് വന്നാൽ, അധികാരത്തിൽ വരാനുള്ള സാധ്യത വിരളമായിക്കൊണ്ടിരിക്കുകയാണ്, അത് മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധികാരത്തിലേക്ക് വന്നാൽ വലിയ തോതിലുള്ളൊരു സമ്മർദ്ദം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കെ സുധാകരൻ ചെലുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ സുധാകരന് ഇനി അഥവാ ഇനി UDF അധികാരത്തിൽ വന്നാൽ, LDFോ UDFോ കേരളത്തിൽ അധികാരത്തിൽ വരുമോ എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം അറിയാം. പക്ഷേ അഥവാ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു തമ്മിലടിക്ക് സുധാകരൻ തുടക്കമിടും. തീർച്ചയായിട്ടും അവിടെയാണ് ഷാഫി പ്രശ്നം. അതുകൊണ്ട് ഏത് വിധേനയും സീറ്റ് കൊടുക്കാതെ തന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, വലിയൊരു മന്ത്രിസ്ഥാനം ഏതെങ്കിലും നല്ലൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു വകുപ്പ് തന്നെ കൊടുത്ത് കണ്ട് MP ആയിരിക്കും, മത്സരിക്കാതിരിക്കുക, 6 മാസത്തിനകം തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA ആയാലും മതി, അങ്ങനെ കൊടുക്കാമെന്നതടക്കമുള്ള ഓഫറുകൾ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നുവെങ്കിലും അദ്ദേഹത്തിൽ അതിലൊന്നും കൊത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രി പദം തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ 1/2 ഡസൻ ആളുകൾ ഇന്ന് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ UDFൻ്റെ അവസ്ഥ ഇന്നത്തെ നിലയിലേക്ക്, ഫൈറ്റ് ചെയ്യാവുന്ന നിലയിലേക്ക്, മത്സരത്തിൽ ജയിക്കാവുന്നൊരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് VD സതീശൻ തന്നെയാണ്. ആ VD സതീശനെ ഒതുക്കിക്കൊണ്ട് ഒരു വില്ലൻ്റെ ഒരു ഛായ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എമർജ് ചെയ്യുന്നൊരു രീതിയിലേക്ക് സുധാകരൻ വരികയാണ്. അത് വലിയ പടലപ്പിണക്കത്തിനും കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്കും വഴിവെക്കുന്ന ഒന്നായിരിക്കും. സുധാകരനെ സംബന്ധിച്ചിടത്തോളം പല തവണ നമ്മൾ
സംശയത്തിൻ്റെ നിഴലിൽ വന്നിട്ടുണ്ട്. BJP-യിലേക്ക് പോകുമോ, NDA ക്യാമ്പുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു നീക്കവും സതീശൻ്റെ വശത്തു നിന്നോ മറ്റ് നേതാക്കന്മാരുടെ വശത്തുനിന്നും ഇല്ല. നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകൾ സുധാകരനെ കുറിച്ചാണ്. മാത്രമല്ല വേറൊരു സംഗതി ഉണ്ട്. സുധാകരൻ തന്നെ പലപ്പോഴും മാധ്യമങ്ങൾ മുൻപിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് RSS-ഉമായിട്ട് ചർച്ച നടത്തിയാൽ കുഴപ്പം, BJP-യുമായിട്ട് ചർച്ച നടത്തിയാൽ എന്താണ് കുഴപ്പം, അതായത് എനിക്ക് RSS-ഉം BJP-യും തൊട്ടുകൂടാത്തവരല്ല എന്നുള്ള ഒരു നിലപാട് മുൻപ് തന്നെ സുധാകരൻ സ്വീകരിച്ചിട്ടുണ്ട്. ആ സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സുധാകരന് സീറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ സ്വീകരിക്കുമായിരുന്നു. അതാണ് പ്രശ്നം. ഇപ്പൊ രമേശ് ചെന്നിത്തല ആയാലും KC വേണുഗോപാൽ, VD സതീശനായാലും മറ്റാരാണെങ്കിലും ഈ ഇത്തരത്തിലൊരു സംസാരം ഉണ്ടായിട്ടില്ല. BJP ക്യാമ്പുമായിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ സുധാകരൻ ഒളിമറയില്ലാതെ പറയുകയാണ് അതിനകത്ത് എന്താണ് പ്രശ്നം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം അദ്ദേഹം അതിലേക്ക് പോകുന്നതിന് താല്പരനാണ്. അത് അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. ആ രാഷ്ട്രീയത്തെയും അത്തരം രാഷ്ട്രീയത്തെയും അദ്ദേഹം കാണുന്നുണ്ട് മുമ്പിൽ എന്നുള്ളതല്ലേ അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടുകളോടും കോൺഗ്രസിനോട് ചേർന്ന് കോൺഗ്രസിന് വേണ്ടി ശക്തമായി പടപൊരുതുകയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വലിയ ഒരു ഇതിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള സതീശനെ ഒതുക്കുക, ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിനകത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അന്നുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ്റെ ഭരണത്തിന് എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി ഫൈറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു MLA ആയിരുന്നു VD സതീശൻ എന്ന് പറയുന്നത്. അസംബ്ലിക്കകത്തും പുറത്തും അന്നത്തെ ആ ഗവൺമെൻറ്റിനെതിരെ, അതിൻ്റെ നിലപാടുകൾക്കെതിരെ, പ്രത്യേകിച്ച് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നിലപാടുകൾക്കും നയങ്ങൾക്കും എതിരെയൊക്കെ ശക്തമായി നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ അധികാരത്തിൽ വരുത്തുന്നതിന് വേണ്ടി ഏറ്റവും സജീവവും ശക്തമായിട്ടുള്ള നിലപാടും സംഭാവന അർപ്പിച്ചിട്ടുള്ള ആൾ കൂടിയായിരുന്നു VD സതീശൻ. ആ VD സതീശനെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വന്നപ്പോൾ ഒരു കറിവേപ്പില പോലെ അങ്ങോട്ട് മാറ്റിവെക്കുന്ന സ്ഥിതിയിലേക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ആ മന്ത്രിസഭയിൽ ഒന്നാമത് കോൺഗ്രസിൻ്റെ മന്ത്രിയാക്കേണ്ട വ്യക്തിയാണ് VD സതീശൻ. പക്ഷെ VD സതീശൻ മന്ത്രിയായില്ല. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ? പ്രതിപക്ഷ നേതാവാകാൻ വരുന്ന സമയത്ത് അതിനെയും വെട്ടാനുള്ള തീവ്രമായ ശ്രമമുണ്ട്. ആദ്യ ശ്രമം രമേശ് ചെന്നിത്തലയുമായിട്ട് വന്നു, അതങ്ങനെ അവസാനം രമേശ് ചെന്നിത്തലയ്ക്ക് വിട്ടുകൊടുക്കേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഈ ഉമ്മൻചാണ്ടി, അതായത് VD സതീശനെ ഇതിൽ നിന്ന് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവാകാതിരിക്കാൻ വേണ്ടിയും ഡൽഹി പോയി കളിച്ചു എന്നുള്ളതാണ് വസ്തുത. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ കോൺഗ്രസിനകത്ത് ശക്തമായി പ്രവർത്തിക്കുകയും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും AICC നേതൃത്വമൊക്കെ എടുക്കുന്ന കോൺഗ്രസ് നയങ്ങളോടും നിലപാടുകളോടും ചേർന്ന് നിൽക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ഒരു പരിധിവരെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെ ഒതുക്കിക്കളയുക, അല്ലെങ്കിൽ ആ തരത്തിൽ വളർന്നു വരുന്ന അങ്ങനെ ആളാവണ്ട എന്ന് കരുതുന്ന ഒരു വിഭാഗം കോൺഗ്രസിനകത്ത് ശക്തമായി നിൽക്കുകയാണ്. അങ്ങനെ ആ ഒതുക്കലിലേക്ക് സതീശൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഡൽഹിയിൽ നടന്ന ചർച്ചകളുടെ എല്ലാം ഏറ്റവും ഒടുവിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് VD സതീശൻ സൂക്ഷിച്ചിരിക്കുക. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുപ്പിക്കാതിരിക്കാനും കോൺഗ്രസിനകത്തു നിന്ന് ആളാവാതിരിക്കാനും അങ്ങനെ ഇപ്പം അങ്ങ് കളിക്കണ്ട എന്നുള്ള രീതിയിൽ പോകുന്നതിന് വേണ്ടി എല്ലാവരും കൂടെ അപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുന്നു. എന്നിട്ട് അവരെല്ലാം നിന്ന് രണ്ട് വശത്ത് നിന്നുകൊണ്ട് നടുക്ക് പിടിക്കുക, കത്തിച്ചിട്ട് നടുക്ക് പിടിക്കുക എന്നുള്ള രീതിയിൽ ഒരേ സമയം സുധാകരൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക. എന്നിട്ട് ഇതിനെല്ലാം കാരണക്കാരൻ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ലാത്തത്, മറ്റു പലർക്ക് സീറ്റില്ലാത്തത്, സുധാകരനെ ഒഴിവാക്കുന്നത്, ഇതിനെല്ലാം കാരണം ഒരേ ഒരാൾ. ആ ആളാരാണ്? VD സതീശൻ. അങ്ങനെ ഇരുട്ടി വെളുക്കുമ്പോൾ VD സതീശന് ഒരു വില്ലൻ പ്രതിച്ഛായയും നൽകുന്നൊരു സ്ഥിതിവിശേഷത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അതായത് UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നു. ആ രീതിയിൽ അദ്ദേഹത്തിലേക്ക് ഇടുന്ന വിധത്തിൽ, ഒരു വനവാസം കൊടുക്കുന്ന വിധത്തിലേക്ക് ഉള്ള കളികൾ, നീക്കങ്ങൾ ശക്തമായി കോൺഗ്രസിനകത്തേക്ക് നടക്കുകയാണ്. അതുകൊണ്ട് VD സതീശനെ പോലൊരു നേതാവ് കരുതിയിരിക്കേണ്ട ഒരു ഘട്ടമാണ് എന്നാണ് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്.